ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ റിയൽ ടൈം അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനകത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. റഷ്യക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പുള്ളി പറഞ്ഞു തുടങ്ങിയത് നാറ്റോയുടെ ചീഫായിട്ടുള്ള ട്രൂട്ടോ വൈറ്റ് ഹൗസ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഹൗസിൽ എത്തിയ സമയത്താണ് ട്രൂട്ടോയുടെ മുന്നിലിരുന്നാണ് ഈ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ റഷ്യക്കെതിരെ അഥവാ പുടിനെതിരെ ഡയറക്റ്റായിട്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ആഞ്ഞടിച്ചത്. ഇപ്പോൾ യൂറോപ്പിൻ്റെ സൈഡിൽ നിന്ന് ട്രംപിനെയും പുടിനെയും വെച്ചിട്ട് ഒരു പുതിയ ടാഗ് ലൈൻ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ ടാഗ് ലൈൻ എന്ന് വെച്ചാൽ ബ്രൊമാൻസ്, അതായത് റൊമാൻസിന് പകരം ബ്രോമാൻസ് എന്ന്. അതായത് ട്രംപ് മെലോണിയ ട്രംപിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈറ്റ് ഹൗസിൽ നിന്ന് പറഞ്ഞത്. ഫസ്റ്റ് ലേഡി എന്നൊക്കെ വിളിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് ഏതാണ്ട് മണിക്കൂർ കണക്കിൽ പുടിനും മെലോണിയ അതേപോലെ ട്രംപൊക്കെ ചേർന്ന് ഒരു കോൺഫറൻസ് കോൾ എന്നുള്ള നിലയിലല്ലാണ്ട് ഡയറക്റ്റ് ഫോൺ കോൾ, ആ രീതിയിലുള്ളൊരു കോൾ സംഭാഷണം നടത്തിയത്. അങ്ങനെ വളരെ രസകരമായി സംസാരിച്ചിരുന്ന പുടിനാണ് ഇന്ന് അതിരൂക്ഷമായ നിലയിൽ ആക്രമണങ്ങൾ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തുന്നത് എന്ന് മെലോണിയ ട്രംപ് പോലും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു കാര്യങ്ങൾ എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ട്രംപ് പറഞ്ഞു വെക്കുന്നത് വേറെ ഒന്നുമില്ല, 50 ദിവസത്തിനുള്ളിൽ പുടിൻ യുദ്ധം നിർത്തണം. അങ്ങനെ ഒരു ഡീലിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ 100% താരിഫ്. 100% താരിഫ് മാത്രമല്ല, സെക്കൻഡറി താരിഫും കൂടി പറയുന്നുണ്ട്. ഈ സെക്കൻഡറി താരിഫ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ചൈനയും ഇന്ത്യയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. 50 ദിവസം സമയമാണ് കൊടുത്തിരിക്കുന്നത് വെച്ചോ. പക്ഷേ ഈ സെക്കൻഡറി താരിഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യക്കും ചൈനയ്ക്കും അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ കൂടുതൽ ബാധിക്കും. കാരണം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അഥവാ ഷെയർ മാർക്കറ്റിൽ ഒരു വോളറ്റൈൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ആവും. ട്രംപ് ഇനി ചൈനയ്ക്കും ഇന്ത്യക്കും 100% താരിഫും ഏർപ്പെടുത്തുമോ എന്നുള്ള രീതിയിലൊക്കെ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അതായത് നിങ്ങളും ഞാനും കാണുന്ന വാർത്ത പോലെയല്ല ഈ ഇൻവെസ്റ്റേഴ്സ് നോക്കി കാണുന്നത്. അവർ ഓരോ വാർത്തയിലും ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് എങ്ങനെയാണ് ആ രാജ്യത്തിന്റെ ഗ്രോത്ത് അഥവാ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് എങ്ങനെ ഗ്രോത്ത് കൊടുക്കും എന്നുള്ളതിനെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഈ വാർത്തകളൊക്കെ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ട്രംപ് വാപോയ കോടാലി പോലെ ഈ പല തവണയായിട്ട്, അതായത് I'm disappointed in President Putin because I thought we would have had a deal 2 months ago. We're going to be doing secondary tariffs if we don't have a deal in 50 days. It's very simple. And they'll be at 100%. A sharp warning aimed at Moscow echoed from the Oval Office on Monday, where US President Donald Trump announced an expanded weapons deal with Ukraine and issued an ultimatum to the Kremlin. ഇപ്പം ഇന്ന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം. ശരി, ഉക്രൈനിന് ഇപ്പം ആയുധങ്ങൾ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഉറച്ച തീരുമാനമായിരിക്കണം. അല്ലാതെ ഒരു ബ്രൊമാൻസ് കളിച്ചുകൊണ്ട് ബ്രദറിനെ പോലെ ഒരു റിലേഷൻഷിപ്പ് പുടിൻ എടുത്ത് വെച്ചുകൊണ്ട് പുടിൻ അഗ്രസീവായിട്ട് ആക്രമണം നടത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് നിലപാട് മാറ്റുക. ഇനി അഥവാ ഉക്രൈൻ്റെ സൈഡിൽ നിന്നും അഗ്രസീവായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഉക്രൈനെതിരെയുള്ള നിലപാടെടുക്കുക. അങ്ങനെ എവറി 48 അവേഴ്സിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസിസ്റ്റൻസി ഇല്ലാത്ത നിലപാടാണ് ട്രംപിനുള്ളത് എന്നാണ് യൂറോപ്യൻ യൂണിയൻ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് യുദ്ധസമാനമായ സാഹചര്യം, 2 യൂറോപ്യൻ രാജ്യങ്ങളുടെ മേളിൽ ഏർപ്പാടാക്കിയിരിക്കുന്ന താരിഫ്, ഹൈ ലെവൽ താരിഫ്. ഈ ഹൈ ലെവൽ താരിഫ് ഫാർമസ്യൂട്ടിക്കൽ, അതായത് ഡെൻമാർക്കിലുള്ള ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയുടെ ഉള്ളിലാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡെൻമാർക്കിന്റെ റെപ്രസെന്റേറ്റീവ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മാക്സിമം കമ്പനികളെല്ലാം തന്നെ മെഡിക്കൽ, അതായത് ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെല്ലാം തന്നെ അമേരിക്കയുടെ ഉള്ളിലാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കംപ്ലീറ്റഡ് പ്രോഡക്റ്റിന് താരിഫുമായിട്ട് യാതൊരു പ്രശ്നമില്ല. പക്ഷേ പ്രശ്നം വരുന്നത് ഇതിൻ്റെ റോ മെറ്റീരിയൽസ്, അത് ഒരുപാട് റോ മെറ്റീരിയൽസ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഏർപ്പാടാക്കിയിരിക്കുന്ന ഒരു താരിഫ് തീർച്ചയായിട്ടും ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും കൂടെ അഫക്റ്റ് ചെയ്യും എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അതായത് അവർ ഡെസ്പറേറ്റ്ലി ഇപ്പോൾ ഇതിന് പുറകെ പോയി താരിഫ് കുറയ്ക്കണം എന്നൊന്നും പറയാൻ പോകുന്നില്ല യൂറോപ്യൻ യൂണിയൻ. അതുപോലെ തന്നെ അമേരിക്കയ്ക്കെതിരെ ഒരു റെസിപ്രോക്കൽ എന്നുള്ള നിലയിൽ ട്രംപിന്റെ താരിഫിനെതിരെ ഒരു താരിഫ് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ ആ തീരുമാനം കുറച്ച് നീട്ടി വെച്ചിരിക്കുകയാണ്, പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഉടനെ അവർ ഏർപ്പാടാക്കുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, യുക്രൈനുമായിട്ട് ട്രംപിന് ഒരു സോഫ്റ്റ് കോർണർ അഥവാ ഒരു ആയുധങ്ങളൊക്കെ കൊടുക്കാം എന്നുള്ള നിലയിൽ പുള്ളി തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു ചേഞ്ച്, അത് തന്നെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. ഏതാണ്ട് 18ഓളം പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം ഉക്രൈന് കൊടുക്കാൻ അമേരിക്ക തയ്യാറായിട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏത് നിമിഷവും ട്രംപിന്റെ സ്വഭാവം അറിയാമല്ലോ, നേരം വെളുത്ത് കഴിയുമ്പോൾ ചിലപ്പം 18 കിട്ടിയില്ല, 2 കിട്ടിയുള്ളൂ എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത് കൊടുത്ത് അത് ഉക്രൈനിൽ എത്തിയിട്ട് വേണം എന്ന് പറയാൻ. പിന്നെ ഏതാണ്ട് 1 ബില്യൺ വർത്ത് വരുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, അതായത് ഈ ഡിഫൻസ് പ്രൊഡക്റ്റ് അത്രയും റഷ്യ ഈ കഴിഞ്ഞ യുദ്ധകാലയളവിൽ ഉക്രൈൻ്റെ ഉള്ളിൽ നശിപ്പിച്ചിട്ടുണ്ട്. ചിലത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പല സാധനങ്ങളും മോസ്കോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അമേരിക്കൻ പ്രോഡക്ട്സ്. റഷ്യൻ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ട ഉക്രൈൻ്റെ ഉള്ളിലുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ കണക്കാണ് റഷ്യ പുറത്തുവിട്ടിരിക്കുന്നത്. As Kyiv awaits new arms, a stark reality overshadows the announcement.
Ukraine's battlefields are already littered with the wreckage of US weapons systems, destroyed, abandoned, or captured in droves. Russian officials, pointing to this grim tally, dismissed Trump's pledge as another donation to the scrap heap. The numbers, so far, back that claim. Start with the Abrams tanks. Washington sent 31 units, each worth over $10 million. As per reports, up to 27 have been destroyed or seized, some now showcased by Russian troops. More than 400 Stryker vehicles, valued at $4 to $6 million apiece, were delivered to Ukraine. Many met their fate in minefields or under drone fire, turned into high-cost wreckage. The Bradleys followed a similar path. Of over 300 sent, each costing around $3.2 million, up to 175 have been either destroyed or abandoned during combat operations. Then there's the Max Pro fleet. 440 in total, meant to survive blasts. Nearly 200 of these $788,000 apiece MRAPs are now smouldering remains on the front lines. HIMARS rocket systems, once hailed as a turning point, have lost much of their edge. Of the 40 sent, many have been blinded by Russian electronic warfare or wiped out by precision strikes. Even the Patriots, America's billion-dollar missile defense pride, have struggled. Ukrainian crews report these systems are overwhelmed by cheap Russian Duran drones that punch through their shield with ruthless efficiency. The staggering losses have prompted fresh skepticism. While Trump's pledge signals a tactical pivot, critics warn it may simply repeat a costly cycle, billions more spent only to watch American firepower reduced to ruin. ഇതൊക്കെ അമേരിക്കയെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ ആയുധം കൊടുത്തത് ഉക്രൈനാണ്. പലതും ഫ്രീ ആയിട്ട് കൊടുത്തതുപോലെ കൊടുത്തതാണ്. ബൈഡനാണ് കൊടുത്തത്. പോക്കറ്റ് മണി ബൈഡനാണ് ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് കൊടുത്തത്. അത് വെച്ചുകൊണ്ട് തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിൽ യുദ്ധം മുന്നോട്ട് നയിക്കാൻ സെലൻസ്കിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ പരാജയമാണ്. റഷ്യ കയറി പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഈ ബൈഡൻ നല്ല രീതിയിൽ വാരിക്കോരി ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് റഷ്യ കയറി പിടിച്ചതാണ്. അല്ലാതെ ട്രംപ് വന്നതിന് ശേഷം കയറി പിടിച്ചതല്ല. അതായത് ഈ ലുഹാൻസ്ക്, ഡോണസ്ക് ഇതേപോലത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ ഈ റീജിയനിൽ കിടക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ, ഇതൊക്കെ ബൈഡൻ വാരിക്കോരി സഹായം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് റഷ്യ ഇതൊക്കെ കയറി പിടിച്ചത്. ഇതൊക്കെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇനിയിപ്പം ട്രംപ് ആയുധങ്ങൾ കൊടുത്താൽ തന്നെയും ഉക്രൈൻ്റെ അവസ്ഥ ഇതേപോലെ തന്നെയായിരിക്കും. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇനി നേരെ നമ്മൾ ചൈനയിലേക്ക് വരാം. ചൈനയിലേക്ക് ഒരു ഈവന്റ് നടക്കുന്ന പറഞ്ഞാൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ചൈനയിലുണ്ട്. അതുപോലെ തന്നെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സെർഗേ ലാവ്റോവ് ഉണ്ട്. അതുപോലെ പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഇഷാഖ് ദർ ഉണ്ട് അവിടെ. പിന്നെ ചൈനയുടെ ഷീ, ഇവരെല്ലാവരും തന്നെ ഇപ്പം ചൈനയിലുണ്ട്. ഇപ്പോൾ ചൈനയിൽ ഇന്ന് വളരെ വിശദമായ മീറ്റിംഗ് സംഭാഷണങ്ങളൊക്കെ നടന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെർഗേ ലാവ്റോവുമായിട്ടാണ് എല്ലാവരും കൂടുതൽ സംസാരിച്ചത്. ജയശങ്കറിന്റെ പാർട്ട് വളരെ കൃത്യമായിട്ട് നിർവഹിച്ചു. പക്ഷേ ജയശങ്കർ മെയിനായിട്ടും ചൈനയിലേക്ക് പോയത് നമ്മളുടെ വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്ലോബൽ ടൈംസിൽ തന്നെ ഇതിൻ്റെ റിവ്യൂ വളരെ പക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ വന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്കും ഇന്ത്യയും തമ്മിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ്, പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നോർമലി ഗ്ലോബൽ ടൈംസ് അങ്ങനെയൊന്നും ഇന്ത്യയെക്കുറിച്ച് പുകഴ്ത്തിയൊന്നും എഴുതാറില്ല. പിന്നെ ഇപ്പം നിലവിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു റിലേഷൻഷിപ്പ് വേണം തന്നെയാണ് ചൈനയും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയും അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അമേരിക്കയിലുള്ളത് ട്രംപാണ്. ട്രംപിന്റെ നിലപാട് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്. അതായത് ഞാൻ ഇപ്പോൾ അടികൂടും, ചൈനയ്ക്ക് മുകളിൽ 2 ബോംബിടും എന്നുള്ള രീതിയിലാണ് ചൈനയ്ക്ക് മുകളിൽ താരിഫ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ചൈനയുടെ കാലിൽ വീണ് ആ താരിഫ് നെഗോഷിയേറ്റ് ചെയ്ത് റെയർ എർത്ത് മിനറൽസ് അയക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കായി. എന്നിട്ട് ഇന്ന് എൻവിഡിയയുടെ സിഇഒ പറഞ്ഞിരിക്കുന്നത് വി ആർ റെഡി ടു ഡെസ്പാച്ച് ദ ഷിപ്മെന്റ് ടു ചൈന. റോബോട്ട് മാനുഫാക്ചറിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചിപ്പ് എൻവിഡിയാണ് അത് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ആ എൻവിഡിയ ചിപ്പുകൾ ചൈനയ്ക്ക് അയക്കുകയാണെന്ന്, അതിന്റെ ഷിപ്മെന്റ് എല്ലാം റെഡിയാണ്. അപ്പോൾ അതായത് റെയർ എർത്ത് മിനറൽസ് കൊടുക്കുന്നതിന് പകരമായിട്ട് ചൈന എന്താണോ ഡിമാൻഡ് ചെയ്തത് ആ സാധനം കൊടുക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ പുറമേ നല്ല രീതിയിലുള്ള അടിയും വഴക്കും ബഹളമൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിലും അവർ തമ്മിൽ അന്തർധാര വളരെ സജീവമാണ്. അവർക്ക് എന്തൊക്കെയാണോ ഗിവ് ആൻഡ് ടേക്ക് വേണ്ടത് അതൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് ട്രേഡ് ആണെങ്കിൽ ട്രേഡ്, ഏത് രീതിയിലും. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇന്ത്യ കുറച്ച് ഗ്രോയിങ് സ്റ്റേജിൽ ഇരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൈനയെ അമേരിക്ക എങ്ങനെയാണോ അവരുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡിൽ നിർത്തുന്നത് അതേ അടവ് നയത്തിൽ വേണം നമ്മൾ നിലനിർത്താൻ.
നമ്മളും ചൈനയുമായിട്ട് നല്ല മയത്തിൽ തന്നെ സംസാരിച്ച് ട്രേഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. പക്ഷേ അതേസമയം ഇന്ത്യക്കുള്ളിൽ കുറച്ച് പോളിസികൾ ക്രിയേറ്റ് ചെയ്തിട്ട് ചൈന കൂടുതൽ ഇന്ത്യക്കുള്ളിൽ അഗ്രികൾച്ചർ മേഖലയിൽ നമ്മൾ US-ന് എന്തൊക്കെ താരിഫ് വെച്ചിട്ടുണ്ടോ അതേ ലെവലിൽ നമ്മൾ ചൈനയ്ക്കും താരിഫ് വെച്ചിട്ട് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ആയിട്ട് അടിയും വഴക്കും ബഹളമൊന്നും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുക കുറച്ച് നാളത്തേക്ക്. അതായിരിക്കും നല്ലത്. അപ്പോൾ ആ രീതിയിൽ ജയശങ്കർ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ ബോർഡർ സ്റ്റാൻഡ് ഓഫിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കും ഒരു സൈഡിൽ. അതിലുപരിയായിട്ട് ചൈന ഏറ്റവും കൂടുതൽ പറഞ്ഞു വെക്കുന്നത് ഈ ദലായ് ലാമയുടെ വിഷയം വളരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഗ്ലോബൽ ടൈംസിൽ. ഈ ഒരു വിഷയം ഇന്ത്യ അതിനെ സൈലന്റ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യക്ക് അങ്ങനെ ഒരു താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ദലായ് ലാമയുടെ വിഷയത്തിൽ ടിബറ്റിന്റെ വിഷയത്തിൽ ശക്തമായി ഇടപെടാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ത്യ അത് ചെയ്തിട്ടില്ല. ഇന്ത്യ ടിബറ്റിനെ ഒരു ഡിപ്ലോമാറ്റിക് ടൂളായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടിബറ്റ് എന്ന് പറഞ്ഞ രാജ്യത്തിന് എന്തെല്ലാം സഹായങ്ങൾ ഇന്ത്യക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് വളരെ സെക്യൂരിറ്റി ഒക്കെ കൊടുത്ത് കെയർഫുള്ളി ഇന്ത്യയിൽ അവരെ സെറ്റിൽമെന്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ അവർക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം ഇന്ത്യക്കുള്ളിൽ വളരെ ഫ്രീ ആയിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസനെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ടിബറ്റിന്റെ കാർഡ് എടുത്ത് ഉപയോഗിക്കുന്നത് ഡിപ്ലോമാറ്റിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതിനകത്ത് വേറെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണ് അതിനകത്തുള്ളത്. അതിൽ കൂടുതൽ നമുക്കൊന്നും അതിനകത്ത് കൂടുതൽ ഇന്ത്യ അതിനകത്ത് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള വെച്ചാൽ ചൈന വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞ പോയിന്റിൽ ടിബറ്റ് ഒന്നാണ്. അതായത് വൺ ചൈന പോളിസിക്ക് എതിരാണ് ഈ ടിബറ്റ് എന്ന് പറഞ്ഞുള്ള ആ ഒരു സോവറിനിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിലൊക്കെ ഇന്ത്യ വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യണമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഒരു വിഷയം കൂടെ അമേരിക്കയിൽ ചർച്ചയാവുന്നുണ്ട്. ബൈഡന്റെ ഓട്ടോപ്പൻ. ഈ ഓട്ടോപ്പൻ എന്ന് പറയുന്നത് ബൈഡന്റെ സിഗ്നേച്ചർ ഒരു ഓട്ടോപ്പനിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ബൈഡന് പകരം വൈറ്റ് ഹൗസിലുണ്ടായിരുന്ന സെക്രട്ടറീസ് കംപ്ലീറ്റ് ഈ ബൈഡന്റെ സിഗ്നേച്ചർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ബൈഡൻ അറിഞ്ഞോ അറിഞ്ഞില്ലയോ പല എക്സിക്യൂട്ടീവ് ഓർഡേഴ്സും ബൈഡൻ അറിയാതെ തന്നെ പുറത്തിറക്കിയതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു അലിഗേഷൻ ഇപ്പം ഡെമോക്രാറ്റിക് ഭരണകൂടത്തിനെതിരെ വന്നിട്ടുണ്ട്. അപ്പൊ അത് തികച്ചും ബൈഡനെതിരെ വന്നിട്ടുണ്ട്. ബൈഡൻ വയസ്സും പ്രായമായിരിക്കുന്ന ഒരാളാണെന്ന് വെച്ചോ. ഈ കേസ് ഒന്നും അറ്റത്ത് എത്താൻ പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. സിഗ്നേച്ചർ സ്റ്റാമ്പ് ഉപയോഗിച്ചുകൊണ്ട് പല എക്സിക്യൂട്ടീവ് ഓർഡറുകളും പാസ്സാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ട്രംപിന്റെ റിപ്പബ്ലിക് ഭരണകൂടത്തിന്റെ കണ്ടെത്തൽ. ഇത് ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. ലാസ്റ്റ് ഇയറിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ലാസ്റ്റ് 6 monthsലാണ് ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഈ രീതിയിൽ പാസ്സാക്കപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രംപിന്റെ ഈ ഒരു 100% താരിഫ് എന്നുള്ള ആ ഒരു ഭീഷണിയെ റഷ്യ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് റഷ്യയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന റെസ്പോൺസ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇതിന് റെസ്പോണ്ട് ചെയ്യണമെന്ന് പുടിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പുടിൻ എന്തെങ്കിലും കമന്റ് പാസ്സാക്കുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. Ce que déclare Trump, pour moi, ça n'a absolument aucun sens. C'est-à-dire que ça va dans le bon sens, mais peut-être que cet après-midi, il va faire une déclaration inverse. Donc, bon, je n'accorde absolument pas foi à ce qu'il peut dire. Trump, il veut se faire du pognon, c'est tout. Ça n'amènera à rien. Parce que ça sert simplement à remplacer les armes, mais sur le compte de l'Europe. Hein? Il veut plus s'en mêler, lui, de l'Europe. Donc, mais il paye. L'Europe paye. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.